ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറിച്ലെറ്റ് ടെസ്റ്റ് കണ്ടു. ഏബിൾസ് ലെമ വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന രണ്ട് തിയറംസ് ആണ്, അല്ലെങ്കിൽ രണ്ട് ടെസ്റ്റുകളാണ്. നോൺ അബ്സല്യൂട്ട് കൺവേർജൻസിൻ്റെ രണ്ട് ടെസ്റ്റുകളാണ്, ഡിറിച്ലെറ്റ് ടെസ്റ്റും ഏബിൾസ് ടെസ്റ്റും. ഇതിൽ ഒരു പ്രോഡക്റ്റ് സീക്വൻസിൻ്റെ സീരീസിനെ പറ്റി, കറസ്പോണ്ടിങ് സീരീസിനെ പറ്റി അതിൻ്റെ കൺവേർജൻസിനെ പറ്റിയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡിറിച്ലെറ്റ് ടെസ്റ്റ് ആൻഡ് ഏബിൾസ് ടെസ്റ്റ് ബോത്ത് ആർ discussing the convergence of the series sigma x and yn. By knowing some facts about the sequences sequence xn and sequence yn, we can conclude something about the convergence of the series sigma x and yn. അപ്പോൾ ഡിറിച്ലെറ്റ് ടെസ്റ്റിൽ 3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. 2 കണ്ടീഷൻസ് സീക്വൻസ് എക്സനിനെ പറ്റിയും ഒരു കണ്ടീഷൻ സീരീസ് സിഗ്മ വൈഎന്നിനെ പറ്റിയും. എന്തായിരുന്നു കണ്ടീഷൻ? സീക്വൻസ് എക്സൻ മോണോട്ടോണിക് ഡിക്രീസിങ് ആവണം, സീക്വൻസ് എക്സൻ കൺവേർജസ് ടു 0 ആവണം, അതുപോലെ സീരീസ് സിഗ്മ വൈഎൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആവണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിറിച്ലെറ്റ്സ് പറഞ്ഞു സിഗ്മ എക്സ് ആൻഡ് വൈ എന്നുള്ള സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് തിയറം. അതാണ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ്. Now we are going to consider Abel's test. It tells us about the convergence of the same series sigma x and yn, but conditions are little bit different. ഇവിടെ എക്സനിൻ്റെയും വൈഎനിൻ്റെയും ഇതേപോലെ തന്നെ 3 കണ്ടീഷൻസ് തന്നെയാണ്, നേരത്തെ പോലെ തന്നെ 3 കണ്ടീഷൻ. നിങ്ങളിത് പഠിക്കുമ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഡിറിച്ലെറ്റ് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? 3 കണ്ടീഷൻസ് ഉണ്ടായിരുന്ന 2 എണ്ണം സീക്വൻസ് എക്സനിനെ പറ്റിയും മൂന്നാമത്തത് സീരീസ് സിഗ്മ വൈഎന്നിനെ പറ്റിയുമായിരുന്നു. ഡിറിച്ലെറ്റ് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻസ് ആദ്യത്തത് സീക്വൻസ് എക്സൻ ഡിക്രീസിങ് ആണെന്നായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ജനറൽ, കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടി ജനറലായിട്ട്, അതായത് ഡിക്രീസിങ് അത്രയും സ്ട്രോങ് കണ്ടീഷൻ അല്ല, ഇവിടെ മൊണോട്ടോൺ ആണെന്നാണ് പറയുന്നത്. ഏബിൾസ് ടെസ്റ്റിൽ പറയുന്നത് മൊണോട്ടോണിക് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതായത് ഡിക്രീസിങ്ങും ആവാം ഇൻക്രീസിങ്ങും ആവാം. ഡിറിച്ലെറ്റ് ടെസ്റ്റിലെ പോലെ ഡിക്രീസിങ് സീക്വൻസ് തന്നെ ആവണം എന്നില്ല, ഇൻക്രീസിങ് സീക്വൻസ് വേണമെങ്കിലും ആവാം, മൊണോട്ടോണിക് ആവണം എന്നേ ഉള്ളൂ. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ ഡിറിച്ലെറ്റ് ടെസ്റ്റിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, സീക്വൻസ് എക്സൻ കൺവേർജസ് ടു 0 ആവണം. ഇവിടെ കുറച്ചും കൂടി ജനറലൈസ് ചെയ്തിട്ട് സീക്വൻസ് എക്സൻ കൺവേർജൻ്റ് ആയാൽ മതി, 0യിലേക്ക് തന്നെ കൺവേർജ് ചെയ്യണമെന്നൊന്നുമില്ല, കൺവേർജൻ്റ് ആയാൽ മതി. അപ്പോൾ കുറച്ചും കൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഏബിൾസ് ടെസ്റ്റിൽ രണ്ടാമത്തെ കണ്ടീഷനും. ഡിറിച്ലെറ്റ് ടെസ്റ്റിനേക്കാളും കുറച്ചും കൂടി ജനറലൈസ്ഡ് കണ്ടീഷനാണ്. കൺവേർജൻ്റ് ആയാൽ മതി, കൺവേർജസ് ടു 0 തന്നെ ആവണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ മൂന്നാമത്തെ കണ്ടീഷൻ കുറച്ച് സ്ട്രോങ് ആണ്. അതായത് ഡിറിച്ലെറ്റ് ടെസ്റ്റിൽ മൂന്നാമത്തെ കണ്ടീഷൻ സീരീസ് സിഗ്മ വൈഎൻ ഹാസ് ബൗണ്ടഡ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ഡിറിച്ലെറ്റ് ടെസ്റ്റിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ഇതാണ്, ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ വൈഎൻ ഇസ് ബൗണ്ടഡ്. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ വൈഎൻ ബൗണ്ടഡ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അത് കൺവേർജൻ്റ് ആവണമെന്ന് ഉണ്ടായിരുന്നില്ല. ബൗണ്ടഡ് സീക്വൻസസ് എല്ലാം കൺവേർജൻ്റ് അല്ല, അല്ലേ? ബൗണ്ടഡ് സീക്വൻസസ് എല്ലാം കൺവേർജൻ്റ് അല്ല. ബൗണ്ടഡ് സീക്വൻസസ് തന്നെ കുറച്ചുകൂടെ നിങ്ങൾ ലിമിറ്റ് പോയിന്റ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബൗണ്ടഡ് സീക്വൻസ് വിത്ത് യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആണെങ്കിലാണ് കൺവേർജൻ്റ് ആവുക. അപ്പോൾ അതല്ലാത്ത ലിമിറ്റ് പോയിന്റ് ഒന്നിൽ കൂടുതൽ വരുന്നതും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയാൻ വന്നത് ഇതാണ്, ഇവിടെ കുറച്ചും കൂടി സ്ട്രോങ് കണ്ടീഷൻ സീരീസ് സിഗ്മ വൈഎൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആയാൽ മാത്രം പോരാ, പിന്നെയോ കൺവേർജൻ്റ് ആണ്. ബൗണ്ടഡ് മാത്രമല്ല, കുറച്ചും കൂടി സ്ട്രോങ് കണ്ടീഷനാണ്, കൺവേർജൻ്റ് ആണ്. സീരീസ് സിഗ്മ വൈഎൻ കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഇക്വലൻ്റ്ലി ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ വൈഎൻ ഇസ് ഓൾസോ കൺവേർജൻ്റ്. ഓക്കെ, ദെൻ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഏബൽ പറയുന്നു the series sigma x and yn is convergent. The corresponding series product sequence in the x and yn in the series sigma x and yn convergent ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. സോ ഇതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്ന്, സീക്വൻസ് എക്സൻ മോണോട്ടോണിക് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ സീക്വൻസ് എക്സൻ മോണോട്ടോണിക് ആണ്. നമുക്കതിന് 1 എന്ന് മാർക്ക് ചെയ്യാം കണ്ടീഷനെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് സീക്വൻസ് എക്സൻ കൺവേർജൻ്റ് ആണെന്നാണ്. കൺവേർജ് ചെയ്യണ ലിമിറ്റ് പറഞ്ഞിട്ടില്ല, നമുക്ക്
അതൊരു നമ്പർ എടുക്കാം. സേ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൽ എന്ന് എടുത്തു. അതിനെ നമ്മൾ 2 എന്ന് കണ്ടീഷൻ മാർക്ക് ചെയ്തു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സീരീസ് സിഗ്മ വൈ എൻ കൺവേർജൻ്റ് ആണെന്നാണ്. സീരീസ് സിഗ്മ വൈ എൻ കൺവേർജൻ്റ് ആണ്. ഒരു കാര്യം ചെയ്യാം, ടെക്സ്റ്റിലെ പോലെ തന്നെ ഈ ലിമിറ്റ് ഓഫ് എക്സ് എന്നെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എൽ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ലിമിറ്റ് ആണെന്ന് എനിക്ക് കൺഫ്യൂഷൻ വരണ്ട. എക്സ് എന്ന് വിളിച്ചു. എക്സ് എന്നിൻ്റെ ലിമിറ്റ് ആണ് എക്സ്. ഓക്കെ, മറന്നുകൊണ്ട എക്സ് എന്നിൻ്റെ ലിമിറ്റ് ആയിട്ടാണ് നമ്മൾ എക്സ് എന്നുള്ള നമ്പർ എടുത്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഗിവൺ ദാറ്റ് സീക്വൻസ് എക്സ് എൻ ഇസ് കൺവേർജൻറ്റ്, ആ കൺവേർട്ട് ചെയ്യുന്ന ലിമിറ്റിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. മൂന്നാമത്തെ കണ്ടീഷൻ തന്നിട്ടുള്ളത് സീരീസ് സിഗ്മ വൈ എൻ കൺവേർജൻ്റ് ആണ്. അതിനെ നമ്മൾ തേർഡ് കണ്ടീഷൻ ആയിട്ട് എടുത്തു. ഇനി സീക്വൻസ് എക്സ് എൻ മൊണോട്ടോൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിറിച്ലെറ്റ്സ് കണ്ടീഷനിലെ ഒരു കാര്യം സാറ്റിസ്ഫൈഡ് ആണ്. എന്താണ്? ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിലെ മൂന്നാമത്തെ കണ്ടീഷൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സീരീസ് സിഗ്മ വൈ എൻ, അത് since the series sigma yn is convergent, equivalently the sequence of partial sums is convergent, then every convergent sequence is bounded so that the sequence of partial sums of series sigma yn, let it be sequence Sn, since it is convergent, it is bounded. Now, third condition in the Dirichlet's test is satisfied. Now, sequence Xn is given to be a monotonic sequence. So, there are two cases. One is sequence Xn is monotonic decreasing, and the other is it is increasing. Okay, so we first consider the first case when the sequence Xn is monotonic decreasing. Suppose അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? എക്സിൻ്റെ ലിമിറ്റാണ് എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മൊണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് എക്സൻ കിട്ടിയിട്ടുണ്ട്. ഡിറിച്ലെറ്റ്സ് കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ മൊണോട്ടോണിക് ഡിക്രീസിങ് എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആണ് സീക്വൻസ് എക്സൻ. പിന്നെ സിഗ്മ വൈനിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓൾറെഡി ബൗണ്ടഡ് ആണ്. കാരണം ഹിയർ ഇറ്റ് ഇസ് ഗിവൻ ദാറ്റ് ഇറ്റ് ഇസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് ബൗണ്ടഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനായ കൺവേർജസ് ടു സീറോ, സീക്വൻസ് എക്സൻ കൺവേർജസ് ടു സീറോ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സീക്വൻസ് എക്സന് പകരം വി കൺസിഡർ സീക്വൻസ് യു എൻ വേർ യു എൻ ഇസ് എക്സ് എൻ മൈനസ് എക്സ്. ദെൻ സിൻസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് എക്സ്, യു എന്നിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ യു എൻ ഡിക്രീസിങ് ആണ്. കാരണം എന്താണ്? യു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് ആണ്. എക്സ് എൻ ഇസ് ഡിക്രീസിങ്. കേസ് 1 നമ്മൾ എടുത്തേക്കുന്ന സീക്വൻസ് എക്സ് എൻ ഇസ് ഡിക്രീസിങ്. സോ എക്സ് എൻ പ്ലസ് 1, എൻ പ്ലസ് 1th ടേം എന്ന് പറയുന്നത് എക്സ് എന്നിനേക്കാളും ചെറുതായിരിക്കും. സോ എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് യു എൻ ആണ്. സോ വി ഗെറ്റ് യു എൻ പ്ലസ് 1 ഇസ് ലെസ് ദാൻ യു എൻ ഫോർ എവറി എൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം. So that un is monotonic decreasing. Also, limit un is limit of xn minus x. That is limit of xn minus x. What is limit of xn? Limit of xn is x. So we get limit of un is x minus x, which is 0. Okay, which is 0. So we get limit of un is 0, un is decreasing and un has limit 0. അപ്പം നമ്മുടെ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിലെ കണ്ടീഷൻസ് ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യണേ? നമുക്ക് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിലെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെന്ന് കിട്ടി. പക്ഷെ എക്സൻ അല്ല കേട്ടോ, യു എൻ, സീക്വൻസ് യു എൻ ആൻഡ് സീരീസ് സിഗ്മ വൈ എൻ അല്ലേ. യു എൻ ഡിക്രീസിങ് ആണ്, യു എന്നിൻ്റെ ലിമിറ്റ് 0 ആണ്, സീരീസ് സിഗ്മ വൈ എന്നിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആണ്. സോ ദാറ്റ് ബൈ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് ദ സീരീസ് സിഗ്മ യു എൻ വൈ എൻ ഇസ് കൺവേർജന്റ്. സിഗ്മ യു എൻ വൈ എൻ ഇസ് കൺവേർജന്റ്. Now what is un? un is xn minus x. നമ്മൾ എടുത്തതാണ് un is xn minus x. Therefore un yn is xn yn minus xyn. So I can write xn yn as un yn plus xyn. So that sigma xn yn is sigma un yn plus sigma xyn. Now here un yn is sigma un yn is convergent. നമ്മൾ എഴുതി ബൈ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് ഇറ്റ് ഇസ് കൺവേർജന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ നമ്പർ 4 എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിനെ
So u and yn, sigma u and yn is convergent by 4. X is a constant, so that sigma x into yn is convergent since sigma x and y, sigma yn is convergent by condition number 3. By condition number 3, series sigma yn is convergent. So its constant multiple of a convergent series is also convergent. So sigma x yn is convergent, and so by algebra of limits, I can say sigma u and yn convergent ആണ്, sigma x yn convergent ആണ്. So their sum is also convergent. So we get sigma x and yn is convergent. Thus we have proved the case when sequence xn is monotonic decreasing. So next we consider the case when the sequence xn is monotonic increasing. So case 2, sequence xn is monotonic increasing. So നേരത്തെ പോലെ തന്നെ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഈ സീക്വൻസ് എക്സെന്നിന് പകരം നമുക്ക് വേറൊരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് സീക്വൻസ് എക്സെൻ കൺവേർജസ് ടു ദ റിയൽ നമ്പർ എക്സ്. So we need to find Dirichlet's test use we need a sequence which is decreasing and converging to 0. So from this given sequence xn, we define another sequence vn, defined as vn is equal to x minus xn. Then since the sequence xn is monotonic increasing, in this case n plus 1th term will be bigger than or equal to nth term, so that negative of xn plus 1 will be less than or equal to minus xn, so that x minus xn plus 1, if you are adding the real number x to the inequality on both sides, we will get the n plus 1th term of vn, that is vn plus 1, is less than or equal to the nth term vn. That means the sequence vn is monotonic decreasing. This inequality holds for every n. Thus we get a decreasing sequence, monotonic decreasing sequence vn. Now vn is x minus xn, and xn converges to x, so that limit of vn is x minus limit of xn, which is x minus x, which is 0. That means vn is a monotonic decreasing sequence converging to 0. So it satisfies the conditions of Dirichlet's test, monotonic decreasing sequence converging to 0, and our series sigma vn, sigma yn already satisfies the requirement that the sequence of partial sums is bounded, since it is given that the series sigma yn is convergent, so that its sequence of partial sums is convergent, and every convergent sequence is bounded, so sequence of partial sums sequence Sn is bounded also. Then all the three conditions of Dirichlet's test are satisfied. Therefore by Dirichlet's test we can conclude that the series sigma vn yn is convergent. Now vn is nothing but x minus xn, so vn yn is x yn minus xn yn. From this we can write xn yn, our required series sigma xn yn is sigma xyn minus sigma vn yn. Here it's already given that sigma yn is a convergent series, so that the constant multiple sigma xn sigma xyn, since x is a constant real number, constant multiple of a convergent series is also convergent, so sigma xyn is convergent. Now we have proved by Dirichlet's test sigma vn yn is convergent. അതാണ് നമ്മളിപ്പോൾ condition number 5 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. So by condition number 5, sigma condition number 5 by condition number 5 sigma vn yn is convergent. Therefore this difference
So the right hand side ലുള്ള രണ്ട് സീരീസും കൺവേർജൻ്റ് ആണ്. സോ ബൈ ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസും ആയിട്ട് വരുന്ന സീരീസും കൺവേർജൻ്റ് ആണെന്ന് പറയാം. ദാറ്റ് മീൻസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിഗ്മ എക്സ് ആൻഡ് വൈ എൻ ഇസ് കൺവേർജൻ്റ്. സോ ദിസ് ഇസ് ദി പ്രൂഫ് ഓഫ് ഏബിൾസ് ടെസ്റ്റ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഏബിൾസ് ടെസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റി. മൊണോട്ടോണിക് ഡിക്രീസിങ് മൊണോട്ടോണിക് ഇൻക്രീസിങ് എന്നുള്ള രണ്ട് കേസസ് നമ്മളെടുത്തു. സീരീസ് ഈ ടെസ്റ്റിൻ്റെ കണ്ടീഷൻസിൽ നമുക്ക് സീക്വൻസ് എക്സ് ആൻഡ് മൊണോട്ടോൺ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമ്മൾ രണ്ട് കേസായിട്ട് എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യണേ. മൊണോട്ടോൺ സീക്വൻസ് വിച്ച് ഇസ് കൺവേർജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ നമ്മൾ മൊണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് മൊണോട്ടോണിക് ഡിക്രീസിങ്ങിൻ്റെ കേസിൽ നമ്മൾ വി യൂസ് ദ എന്താണ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന സീക്വൻസിൻ്റെ nth ടേം മൈനസ് ലിമിറ്റ് എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്താൽ വി വിൽ ഗെറ്റ് എ മൊണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് കൺവേർജിങ് ടു 0 ആൻഡ് വി വിൽ പ്രൊസീഡ് വിത്ത് ദാറ്റ് സീക്വൻസ്. അതേപോലെ തന്നെ മൊണോട്ടോണിക് സീക്വൻസ് എക്സ് എൻ മൊണോട്ടോണിക് ഇൻക്രീസിങ് ആവുന്ന കേസിൽ വി കൺസിഡർ ദ സീക്വൻസ് എക്സ് മൈനസ് എക്സ് എൻ. So that will be a monotonic decreasing sequence converging to 0. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാം. So this is the proof of hope it is clear for you. Thank you.